ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് ഗാർഡൻ. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആയിട്ടാണ്. മുഴുവൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോകണം എന്നൊരു തീരുമാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ. അപ്പോൾ രാവിലത്തെ ചായയും പലഹാരങ്ങളൊക്കെ ഒരുക്കി വെച്ച് നേരെ പോയത് മുരിങ്ങാ മരത്തിൻ്റെ ചോട്ടിക്കാണ്. അപ്പോൾ മുരിങ്ങ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ കലവറയാണ്. കണ്ണിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അതുകൊണ്ട് മുരിങ്ങയില ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ഇതാണ്. മരുന്നാണ് ആഹാരം എന്നല്ലേ പറയുക. അപ്പോൾ കണ്ണിന് വേണ്ട ഒരു മരുന്നാണ് മുരിങ്ങ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ മുരിങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്പ് ഇതുപോലെ വെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല മൂപ്പെത്താത്ത യങ്ങായിട്ടുള്ള ഇലകൾ കഴിക്കാനായിട്ട് പറ്റും. എനിക്ക് കൂടുതൽ ടേസ്റ്റിയായി തോന്നിയിട്ടുള്ളത് ഇതുപോലെ മൂപ്പെത്താത്ത ഇലകളാണ് എനിക്കിഷ്ടം. ഇങ്ങനെയുള്ള ഇലകൾ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ പോയത് പടവലത്തിൻ്റെ വള്ളിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഒരു പടവലങ്ങയും കൂടി പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പടവലങ്ങയും മുരിങ്ങയും ആണ് ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടാൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് ചെടികളെ നോക്കാനും പരിചരിക്കാനൊന്നും ടൈമില്ല. കാരണം നമുക്ക് ഷോപ്പിങ്ങിന് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോറിനുള്ള കൂട്ടാനുകളൊക്കെ ഒരുക്കി വെച്ചിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പിക്കാണ് പോയത്. അപ്പോൾ ധാരാളം ബാഗുകളൊക്കെ ഞങ്ങൾ വലിച്ചു വാരിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഏതെടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ യൂണിഫോമിനുള്ള തുണിയും ബാഗും വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ പെൻസിൽ പൗച്ച് ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടിഫിൻ ബോക്സും കാര്യങ്ങളൊന്നും വേണ്ട. അവർക്ക് ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ടിഫിൻ ബോക്സ് കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അവർ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കളയുന്നൊരു വസ്തുവാണ് കട്ടർ, പെൻസില്, അതുപോലെ ഇറേസർ ഇങ്ങനെയുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ വേറൊരു സാധനമാണ് കൂട്ടാൻ പാത്രം. എത്ര കൂട്ടാൻ പാത്രം വാങ്ങിക്കൊടുത്താലും അവർക്ക് ഒരു മാസം അതിലപ്പുറം പോകില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ വിലയൊന്നും ഇല്ലാത്ത കൂട്ടാൻ പാത്രമാണ് വാങ്ങി. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ മുരിങ്ങയിലയുടെ ഉപ്പേരിയും അതുപോലെ പടവലങ്ങ തോരനൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ മക്കൾക്ക് ഒരാവശ്യം പുഴയിൽ പോകണം. അപ്പോൾ എന്തായാലും ഇനി മഴക്കാലം വരുമ്പോൾ നമുക്ക് പുഴയ്ക്കൊന്നും അങ്ങനെ പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോഴൊക്കെ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. ബൈ ബൈ.